മൂന്നാം ലോക മഹായുദ്ധം വിളിച്ചുവരുത്തി നാറ്റോ സഖ്യം. ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകൾ യുക്രൈൻ റഷ്യയിലേക്ക് തൊടുത്തുവിട്ടിരിക്കുന്നു എന്ന് ബ്രിട്ടീഷ് മാധ്യമമായ ദ ഗാർഡിയൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. യുക്രൈനുമായുള്ള റഷ്യയുടെ അതിർത്തിയിൽ 10,000-ലധികം ഉത്തര കൊറിയൻ സൈനികരെ വിന്യസിച്ചതിന് മറുപടിയായാണ് ഇത്തരമൊരു നീക്കമെന്നും അതിന് ബ്രിട്ടീഷ് അംഗീകാരം നൽകിയെന്നുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കൻ മിസൈലുകൾ ഉപയോഗിച്ചതിന് ഒരു ദിവസത്തിനു ശേഷമാണ് ബ്രിട്ടീഷ് ആയുധം ഉപയോഗിച്ചുള്ള ഈ ആക്രമണം. യുക്രൈൻ നുഴഞ്ഞുകയറ്റക്കാർക്ക് എതിരെ ഏതാണ്ട് 50,000-ഓളം സൈനികരെ ദീർഘദൂര മിസൈലുകൾ വഴി യുക്രൈൻ ലക്ഷ്യം വയ്ക്കുന്നത്. റഷ്യയുടെ കരിങ്കടൽ കപ്പലിൻ്റെ ആസ്ഥാനവും ക്രീമിയയിലെ റഷ്യൻ സ്ഥാപനവും ബാങ്കറുകളും വെടിമരുന്ന് സ്റ്റോക്കുകളും എന്നിവ കൃത്യമായി ലക്ഷ്യം വയ്ക്കുന്നതിന് ഈ മിസൈലുകൾ ഉപയോഗിക്കാം. റഷ്യയുടെ അതിർത്തിക്കുള്ളിൽ അമേരിക്കയുടെയോ ബ്രിട്ടൻ്റെയോ ഏത് നാറ്റോ സഖ്യത്തിൻ്റെയോ ആയുധം വീണാലും അത് നാറ്റോ മോസ്കോയുമായി നേരിട്ടും ഏറ്റുമുട്ടുന്നതിന് തുല്യമാകുമെന്നും വ്ളാഡിമിർ പുടിൻ അറിയിപ്പ് നൽകിയിരുന്നു. ഈ സംഭവത്തോടെ ഏത് നിമിഷവും അണുവായുധം വീഴാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു. റഷ്യൻ ആക്രമണം ഭയന്ന് ഇതിനകം തന്നെ യുക്രൈനിലെ അമേരിക്കൻ എംബസിയും ഇറ്റലി, ഗ്രീക്ക്, സ്പെയിൻ തുടങ്ങിയ നിരവധി രാജ്യങ്ങളുടെ എംബസികൾ പൂട്ടി സ്ഥലം വിട്ടിരിക്കുന്നു. അമേരിക്കൻ പൗരന്മാരോടും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏത് കടുത്ത തീരുമാനവും എടുക്കാൻ മടിയില്ലാത്ത പ്രസിഡന്റാണ് വ്ളാഡിമിർ പുടിൻ. ഇതിനോടൊപ്പം ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും. ഇതേ തുടർന്ന് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഈ നടപടി മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നുവെന്നു റഷ്യ പറയുന്നു. അതേസമയം ഒറ്റ രാത്രി കൊണ്ട് യുക്രൈനിൽ റഷ്യ ഒരു അണുവായുധം പ്രയോഗിക്കാൻ പദ്ധതിയുണ്ട് എന്നും ഒരു സൂചനയുണ്ട്. അതുമല്ലെങ്കിൽ അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുടെ എംബസികൾക്കു നേരെ ആക്രമിക്കുമെന്നും. അങ്ങനെ സംഭവിച്ചാൽ അത് ആ രാജ്യത്തെ ആക്രമിച്ചതിന് തുല്യമായിരിക്കും. അത്തരം ഒരു തീരുമാനം റഷ്യ എടുത്തു എങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് തയ്യാറാണെന്ന പരസ്യ പ്രഖ്യാപനം കൂടിയായിരിക്കും അത്. പണ്ട് അമേരിക്ക ജപ്പാനിൽ ബോംബിട്ട് ലോകത്തെ വിറപ്പിച്ച കാലമല്ല ഇത്. അമേരിക്കയും റഷ്യയും ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമുള്ള നാശമായിരിക്കും ആ രാജ്യങ്ങൾക്കുണ്ടാകുവാൻ പോകുന്നത്.